നിയമസഭാ സാമാജികർക്ക് സ്വീകരണവും അനുമോദനവും നൽകി. KPCC വിചാർ വിഭാഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അംഗത്വ വിതരണവും നടന്നു. KPCC വിചാർ വിഭാഗം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് നിയമസഭാ സാമാജികർക്ക് സ്വീകരണവും അനുമോദനവും അംഗത്വ വിതരണവും നടത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് നെടുമുടി ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അംഗത്വ വിതരണം മന്ത്രി എം ലിജു നിർവഹിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉറപ്പായിരുന്നു കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്, കേരളത്തിൽ 100 സീറ്റുകൾ വിജയിക്കും. ആ ഒരു പ്രഖ്യാപനത്തോടുകൂടിയാണ് UDF നേതൃത്വം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വികസന മുരടിപ്പാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് തൊഴിലില്ല, അടിസ്ഥാനപരമായ വികസന മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. തീവ്രമായ വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി. അപ്പോൾ വർഗീയ വിഭജനം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുക, കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തി ആ പണം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക തുടങ്ങി LDF ആസൂത്രണം ചെയ്തിരുന്ന, LDF നടത്തിയ ജനവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെയുള്ള കേരള ജനതയുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ അതൊരു അതിശക്തമായ പ്രതിഷേധ വോട്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നീട് UDF മുന്നോട്ട് വെച്ച ആശയങ്ങളോട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ, നാടിൻ്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച്, തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന, നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ സംബന്ധിച്ച് മുന്നോട്ട് നയിപ്പിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ പുരോഗമനങ്ങൾ വിഭാവനം ചെയ്യുന്ന, തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉറപ്പുവരുത്തുന്ന ഇത്തരത്തിൽ ഉള്ള സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ച UDF-നെ കൂടിയാണ് കേരള ജനത പിന്തുണച്ചത്. പത്മശ്രീ ദേവകിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് സമീർ, കറ്റാനം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ.